നമ്മൾ എത്ര വലിയ താരമാകട്ടെ, സെലിബ്രിറ്റി ആകട്ടെ, സ്വന്തം നാട്ടിലെത്തുമ്പോൾ, സ്വന്തം വീട്ടിലെത്തുമ്പോൾ നമ്മൾ ഏറ്റവും സാധാരണക്കാരനോ സാധാരണക്കാരിയോ ഒക്കെ ആയിരിക്കും അല്ലേ? അങ്ങനെ എപ്പോഴും തൻ്റെ ഒരു നാട്ടിലെ ആളുകൾക്കിടയിലുള്ള അവരോടുള്ള പെരുമാറ്റം കൊണ്ടൊക്കെ എപ്പോഴും ശ്രദ്ധേയാവുന്ന ഒരു താരമാണ് നടി അനുശ്രീ. അനുശ്രീ എപ്പോഴും നാട്ടിലെ വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഉത്സവപ്പറമ്പിൽ ഏറ്റവും സാധാരണക്കാരിയെ പോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് ഉത്സവം കാണുന്നതൊക്കെ എപ്പോഴും കാണാറുണ്ട്. ഇത്തവണ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത് അനുശ്രീയുടെ ഒരു ഡാൻസാണ്. കൊല്ലം പത്തനാപുരം കമുകുഞ്ചേരി സ്വദേശിയാണ് അനുശ്രീ. അവിടുത്തെ തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രത്തിലെ ആയില്യം തിരുനാൾ മഹോത്സവത്തിൻ്റെ ഭാഗമായി അനുശ്രീയും കൂട്ടുകാരും കൈകൊട്ടിക്കളി അവതരിപ്പിച്ചു. അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായി മാറുന്നത്. എല്ലാ വർഷവും പത്തനാപുരം കുമുകുംചേരി ക്ഷേത്രോത്സവത്തിന് അനുശ്രീ എത്താറുണ്ട്. കലാപരിപാടികളിലും മറ്റ് ചടങ്ങുകളിലും പങ്കെടുക്കുന്നത് പതിവാണ്. പഴയ നാട്ടുകാർക്കും സഹപാഠികൾക്കുമൊപ്പമാണ് കൈകൊട്ടിക്കളി. അനുശ്രീയുടെ കൈക്കുട്ടിക്കളി സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഒത്തിരി സന്തോഷം. കാരണം എവിടെയൊക്കെ പോയി ചെയ്താലും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് ഒരു പ്രത്യേക ഫീലാണ്. ഒത്തിരി സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും. പക്ഷെ അന്നത് ആരും ശ്രദ്ധിക്കാണ്ടിരുന്ന അന്ന് സോഷ്യൽ മീഡിയയോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ ഉത്സവവും സപ്താഹയജ്ഞമൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഫ്ലോറിൽ ഇരുന്ന് തന്നെ കാണാനാണ് ഇഷ്ടപ്പെടുന്നതും ആസ്വദിക്കുന്നതൊക്കെ. ഞങ്ങളും ഞങ്ങളുടെ ബാച്ച്മേറ്റ്സും ക്ലാസ്മേറ്റ്സും ഒക്കെ അതാണ് ചെയ്യുന്നത്. സോ അതിപ്പോഴും ചെയ്യുന്നു. ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു. കെട്ടുകാഴ്ചയും ഉത്സവ ഘോഷയാത്രയും മുത്തുകുട, താലപ്പൊലി, എടുപ്പുകാളകൾ, പൂക്കാവടി തുടങ്ങിയവയും ഉത്സവത്തിന് മാറ്റേകി. ന്യൂസ് 18 പുനലൂർ. തെക്കൻ കേരളത്തിലെ ഒരു ഉത്സവത്തിൽ നിന്ന് നമ്മൾ നേരെ വടക്കൻ കേരളത്തിലേക്കാണ് പോകുന്നത്. വടക്കൻ കേരളത്തിൽ പൂരോത്സവത്തിന് തുടക്കമായതോടെ പൂ തേടി പൂക്കുഞ്ഞുങ്ങൾ കുളക്കാട്ട് മലയിലെത്തി. ശ്രീ നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂക്കുഞ്ഞുങ്ങളാണ് ദേവീദേവന്മാർക്കുള്ള അർച്ചനയ്ക്കായി കുളങ്ങാട്ട് മലയിലെത്തി പൂക്കൾ ശേഖരിക്കുന്നത്. നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്ര പൂരോത്സവത്തിന്റെ ഭാഗമായാണ് ചടങ്ങുകൾ. നിലമംഗലത്ത് ഭഗവതിക്കും സഖിയായ പൂമാല ഭഗവതിക്കും പരിവാര ദേവതമാർക്കും പുഷ്പാർച്ചന നടത്തുന്നത് 7 പൂക്കുഞ്ഞുങ്ങളാണ്. ചെറുവത്തൂർ കുളങ്ങാട്ടുമലയിലെ പൂക്കളാണ് അർച്ചനയ്ക്ക് ഉപയോഗിക്കുക. അതിരാവിലെ തന്നെ പൂക്കുഞ്ഞുങ്ങൾ പൂ പറിക്കാനായി കുളങ്ങാട്ടുമലയിലെത്തും. തികഞ്ഞ വ്രതനിഷ്ഠയോടെ നഗ്നപാതരായാണ് ഇവർ കാടും മലയും താണ്ടി പൂരപ്പൂക്കൾ ശേഖരിക്കുക. ആദ്യം കുളങ്ങാട്ടുമല ശ്രീ ധർമ്മശാസ്താവിന്റെ സന്നിധിയിൽ പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിക്കും. തുടർന്ന് തലക്കാട്ട് ക്ഷേത്രത്തിലും പൂക്കൾ നൽകി നിലമംഗലം കഴകത്ത് ആചാരസ്ഥാനികളുടെ സാന്നിധ്യത്തിൽ ദേവിമാർക്കും പുഷ്പാർച്ചന നടത്തും. ദേശാധിപത്യം വഹിക്കുന്ന ദേവിമാർ പൂരം കുളിച്ച് മാടം കയറുന്നതോടെയാണ് പൂരോത്സവത്തിന് സമാപനമാകുന്നത്. നെല്ലിക്കാതുരുത്തി കഴകത്തുനിന്ന് നേരെ പൂ പറിക്കാൻ വേണ്ടിയിട്ട് കുളങ്ങാട്ടമ്പലത്തിൻ്റെ മുകളിലേക്ക് വന്ന് മലയുടെ മുകളിൽ നിന്ന് പൂ പറിച്ച് നേരെ കുളങ്ങാട്ടമ്പലത്തിൽ പൂവിട്ട് ഇവിടുന്ന് നേരെ തലക്കാട്ടേക്ക് പോയി അവിടുന്ന് തലക്കാട്ട് അവിടെ പൂവിട്ട് അതിന് ശേഷം നേരെ തുരുത്തിയിലേക്ക് പോകും. ന്യൂസ് 18 ചെറുവത്തൂർ. ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോൾ പൂരോത്സവ കാലമാണ്. ഒരു പൂരോത്സവത്തിൻ്റെ ഭാഗമായുള്ള ഒരു ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേക ആചാരമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ പൂരോത്സവമായതോടെ അവിടുത്തെ ക്ഷേത്രങ്ങളും കാവുകളും ഒക്കെ പൂരോത്സവത്തിൻ്റെ ആ ഒരു ആവേശത്തിലും ലഹരിയിലുമൊക്കെയാണ്. ഒരുപാട് സവിശേഷതകളുണ്ടെങ്കിലും പൂരോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ പൂരക്കളിയാണ്. ആ കർമ്മങ്ങളൊക്കെ ഭംഗിയാവണം നിർവഹിച്ചോളെ മുൻകൈ പിടിക്കാന്നൊക്കെ വേണം. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം നക്ഷത്രം വരെയാണ് വടക്കിന്റെ മണ്ണിൽ പൂരോത്സവം. പൂരോത്സവം പെൺകുട്ടികൾക്ക് കാമദേവനെ പൂജിക്കുന്നതാണെങ്കിൽ കളരിച്ചുവടുകൾ കിഴകിച്ചേർന്നിരിക്കുന്ന പൂരക്കളി ആണുങ്ങളുടെ മെയ്യഭ്യാസ പ്രകടനം കൂടിയാണ്. പൂരോത്സവത്തിന് ആഴ്ചകൾക്ക് മുൻപേ തന്നെ ക്ഷേത്രങ്ങളിലെല്ലാം പൂരക്കളിയും അനുബന്ധ ചടങ്ങുകളും തുടങ്ങും. ക്ഷേത്രങ്ങൾക്ക്
പുറത്തു നിർമ്മിച്ച പന്തലുകളിലാണ് പൂരക്കളി. പിലിക്കോട് കണ്ടത്തൽ തറവാട്ടുമുറ്റത്തെ പന്തലിലാണ് കരക്കക്കാവ് വാല്യക്കാരുടെ പൂരക്കളി പരിശീലനം. ഒരു മാസം നിലനിൽക്കുന്ന കളിയിൽ അവസാന ദിവസമാണ് പന്തൽ കളിമാറുന്നതെന്ന് പറയുന്നത്. പന്തൽ കളിമാറുന്ന ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് പൂരക്കളി ആരംഭിക്കുകയും വൈകുന്നേരം നാടകയോഗയും മറ്റു ചടങ്ങുകളും നടക്കുന്നു. ഗണപതിപ്പാട്ട്, രാമായണം തുടങ്ങിയ കളികളോടെയാണ് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന പൂരക്കളി പരിശീലനത്തിന് സമാപനമാകുന്നത്. പരിശീലനത്തിനിടെ ഉറഞ്ഞെത്തുന്ന ദേവനർത്തകർ മൊഴി പറഞ്ഞ ആചാരസ്ഥാനികരെയും പണിക്കാരെയും കളിക്കാരെയും അനുഗ്രഹിക്കും. 7 നാളത്തെ പൂരോത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളിലും കാവുകളിലും രോഹിണി നാളിലാണ് പന്തൽ കളിമാറൽ. അടുത്ത ദിവസം കഴകം കയറി ക്ഷേത്ര തിരുമുറ്റത്ത് പൂരക്കളി തുടങ്ങും. സവിശേഷ ദിനങ്ങളിൽ പൂരക്കഞ്ഞിയും ഒരുക്കും. ന്യൂസ് 18 പിലിക്കോട്. കുറ്റിപ്പുറം സെയിന്റ് ജോസഫ് ദേവാലയത്തിലെ പുനർകൂദാശയും പുനഃപ്രതിഷ്ഠാ കർമ്മവും അഭിവന്ദ്യ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ നിർവഹിച്ചു. സിറോ മലബാർ സഭയുടെ താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള ദേവാലയം ദേശീയപാത വികസനത്തെ തുടർന്ന് ഭാഗികമായി പൊളിച്ചു മാറ്റിയിരുന്നു. ഇതേ തുടർന്ന് പുതുക്കിപ്പണിത ദേവാലയത്തിന്റെയും ഗ്രോട്ടോയുടെയും വെഞ്ചരിപ്പും പുനഃപ്രതിഷ്ഠയുമാണ് നടന്നത്. ഇത് സ്കൂൾ ഉത്സവങ്ങളുടെ മാത്രം കാലമല്ല, സ്കൂളിലെ ഉത്സവങ്ങളുടെ കൂടി കാലമാണ്. അതായത് വാർഷികാഘോഷങ്ങളും ആനുവൽ ഡേ, ഒപ്പം ഫെയർവെൽ, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂളിലും ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. പാലക്കാട് കുമരപുരം സ്കൂളിൻ്റെ വാർഷികാഘോഷങ്ങൾ ശ്രദ്ധേയമായത് അവിടുത്തെ ഒരു അധ്യാപികയുടെ വേദിയിലെ പ്രകടനം കൊണ്ടാണ്. വീൽ ചെയറിൽ ഇരുന്ന് സംഘനൃത്തത്തിൻ്റെ ഭാഗമായാണ് ശ്രീകല ടീച്ചർ എല്ലാവരുടെയും ശ്രദ്ധയും പ്രശംസയും പിടിച്ചു പറ്റിയത്. കുട്ടിക്കാലത്ത് പോളിയോ ബാധിച്ചാണ് എൻ ശ്രീകല എന്ന ഇംഗ്ലീഷ് അധ്യാപികയുടെ കാലുകൾക്ക് ചലനശേഷി നഷ്ടമായത്. പക്ഷേ അത് മാറി നിൽക്കാൻ ഒരു കാരണമല്ലെന്ന് തെളിയിച്ചു ഈ അധ്യാപിക. പാലക്കാട് കുമരപുരം സ്കൂളിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സംഘനൃത്തത്തിലൂടെ നാടിന് മനോഹരമായ ഒരു സന്ദേശവും നൽകി. നൃത്തസംഘത്തിന്റെ ഭാഗമാകാൻ താനുമുണ്ടെന്ന് ശ്രീകല ടീച്ചർ അറിയിച്ചപ്പോൾ മറ്റ് അധ്യാപികമാർക്കും അത് ആവേശമായി. അധ്യാപികമാരും PTA അംഗങ്ങളും ചേർന്ന് നൃത്തസംഘം രൂപീകരിച്ചു. അത് സ്കൂളിന് മറക്കാനാകാത്ത അനുഭവമാണ് സമ്മാനിച്ചത്. കുമരപുരം സ്കൂൾ ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള പിന്തുണ കൂടി ഇപ്പോൾ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞു. 1 കോടി രൂപ പശ്ചാത്തല വികസനത്തിന് അനുവദിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി സ്ഥലം MLA രാഹുൽ മാക്കൂട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരിമിതികൾക്കും പ്രതിസന്ധികൾക്കും മുന്നിൽ തോൽക്കാത്ത മനസ്സുകൾക്ക് കീഴടക്കാനുള്ള ഇടം തന്നെ ജീവിതം എന്ന വേദി. ന്യൂസ് 18 പാലക്കാട്. മാറി നിൽക്കാത്ത ശ്രീകല ടീച്ചർക്കും മാറ്റി നിർത്താത്ത മറ്റ് അധ്യാപകർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ. ഇതുപോലെ ഇങ്ങനെ ഈ വേദികളിലൊക്കെ അവരുടെ സാന്നിധ്യം ഉണ്ടാവുമ്പോഴാണ് കൂടുതൽ നമ്മുടെ സമൂഹം സുന്ദരവും ഇൻക്ലൂസീവും എല്ലാവരെയും ഒത്തൊരുമിച്ച് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒന്നുമൊക്കെ ആയി മാറുന്നത്. അതുകൊണ്ട് അതൊരു വളരെ മനോഹരമായ കാഴ്ചയാണ്. ആ കാഴ്ചയിൽ നിന്ന് നമ്മൾ പോകുന്നത് അതുപോലെ മനോഹരമായ മറ്റൊരു കാഴ്ചയിലേക്കാണ്. സഹപാഠികളും രക്ഷിതാക്കളും ജനപ്രതിനിധികളും ഒപ്പം നാട്ടുകാരും ഒന്നിച്ചപ്പോൾ ഒരു +2 വിദ്യാർത്ഥിനിക്കും കുടുംബത്തിനും അടച്ചുറപ്പുള്ള വീട് ലഭിച്ച ഒരു സന്തോഷകരമായ വാർത്തയിലേക്ക്. കായംകുളം കൃഷ്ണപുരം വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായ ലക്ഷ്മി ഗിരീഷിനാണ് ഒരു സ്നേഹ വീട് പണിത് കിട്ടിയത്. വീടിൻ്റെ താക്കോൽ ലക്ഷ്മിയുടെ കുടുംബത്തിന് കൈമാറി. കൃഷ്ണപുരം കണ്ടത്തിൽ വീട്ടിൽ ലക്ഷ്മി ഗിരീഷിന്റെ അച്ഛൻ 2 മാസം മുമ്പാണ് അർബുദബാധിതനായി മരിച്ചത്. 2 പെൺമക്കൾ അടങ്ങുന്ന കുടുംബത്തിന് ഇത് താങ്ങാനായില്ല. ചികിത്സയ്ക്കുൾപ്പെടെ പണം കണ്ടെത്തിയത് ഗ്രാമപഞ്ചായത്ത് മെമ്പറിന്റെയും സ്കൂൾ PTയുടെയും നാട്ടുകാരുടെയും ഇടപെടലാണ്. ഒടുവിൽ പിതാവ് മടങ്ങിയതോടെ കുടുംബം ചോദ്യചിഹ്നത്തിലായി. ഈ സാഹചര്യത്തിലാണ്
ലക്ഷ്മിക്കായി നാടൊന്നിച്ചത്. വിശ്വഭാരതി സ്കൂളിലെ അധ്യാപകരും അവിടുത്തെ അനധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ചേർന്നുകൊണ്ട് ഇന്ന് മനോഹരമായിട്ട് ആ വീടിൻ്റെ പണി ഇവിടെ പൂർത്തീകരിച്ച് താക്കോൽദാന കർമ്മം നടന്നിരിക്കുകയാണ്. അങ്ങനെ തീരെ രോഗം ബാധിച്ച് കിടന്ന വിഷ്ണു മരണപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടികൾക്ക് ആരുമില്ലാത്ത അവസ്ഥയിൽ ഇവിടുത്തെ നാട്ടുകാരുടെ ശ്രമഫലമായിട്ട് കുറച്ച് സ്വരൂപിച്ച പൈസയും ബാലൻസ് മുഴുവൻ തുകയും കണ്ടെത്തി ആ വീടിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രവർത്തിച്ചവരാണ് നമ്മുടെ വിശ്വഭാരതി സ്കൂളിലെ അധ്യാപക സംഘടനകളും അതേപോലെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളും. സ്വാഭാവികമായും ഈ നല്ലവരായ നാട്ടുകാരുടെ സഹകരണം, അതുപോലെ വിശ്വഭാരതിയെ സ്നേഹിക്കുന്ന വിശ്വഭാരതി സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ, നല്ലവരായ നാട്ടുകാർ, പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവരുടെയും സഹായത്തോടുകൂടിയാണ് നമ്മളിത് വെച്ച് നൽകാൻ പറ്റിയത്. നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരുടെയും നല്ലൊരു സംഭാവന ഉണ്ടായിട്ടുണ്ട്. ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷവും നമ്മൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥിനികളും അധ്യാപകരും നാട്ടുകാരും ജനപ്രതിനിധികളും എല്ലാവരും ചേർന്നാണ് ഈ സ്നേഹവീട് ഒരുക്കിയത്. ടൈൽസ് ഉൾപ്പെടെ കായിക അധ്യാപകൻ രഞ്ജു നൽകി. PTA-ക്കൊപ്പം പൂർവ്വ വിദ്യാർത്ഥികൾ, സ്കൂൾ മാനേജ്മെന്റ്, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്, റോവർ റേഞ്ച് യൂണിറ്റുകൾ, നാട്ടുകാർ, പഞ്ചായത്ത് അംഗം പാട്ടത്തിൽ ശരത് തുടങ്ങിയവരുടെ ഇടപെടലാണ് കുടുംബത്തിന് വേഗത്തിൽ വീടൊരുങ്ങാൻ കാരണമായത്. സാമൂഹ്യ പ്രതിയുടെ ഭാഗമായിട്ട് വിശ്വഭാരതി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും, അതിലുപരി എനിക്ക് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് നമ്മുടെ ഈ വാർഡിലെ മെമ്പർ ശ്രീ ശരത് കുമാറിനെയാണ്. കാരണം ശരത് കുമാർ ഒരുപാട് ഇതിനുവേണ്ടി കഷ്ടപ്പെടുകയും ഗിരീഷിന്റെ ചികിത്സാ ചെലവിലേക്ക് പൈസ കളക്ട് ചെയ്തതിനകത്ത് കുറച്ച് ഫണ്ട് എക്സസ് വരികയും അത് ഇതിനോടൊപ്പം ചേർത്തുകൊണ്ട് ഏകദേശം 3.5 ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. രാകേഷ്, രഞ്ജു, സാബു വാസുദേവൻ എന്നിവർ വീട് നിർമ്മാണത്തിന് നേതൃത്വം നൽകി. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടിരോത്ത് വീടിന്റെ താക്കോൽ കൈമാറി. വൈസ് പ്രസിഡന്റ് ശ്രീലത ശശി, പ്രിൻസിപ്പൽ പ്രഭാത്, പ്രഥമാധ്യാപക സുധാ തങ്കച്ചി, സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ, PTA ഭാരവാഹികൾ, അധ്യാപക അനധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കായംകുളം. ഇടുക്കി മാങ്കുളം വനമേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിവിധ പദ്ധതികളുമായി വനം വകുപ്പ്. കാട്ടുമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ കുടിവെള്ളം ലഭ്യമാക്കാൻ വിവിധയിടങ്ങളിൽ വനം വകുപ്പ് കുളങ്ങൾ നിർമ്മിച്ചു. വനം വകുപ്പ് ജീവനക്കാരും വിവിധ വിദ്യാലയങ്ങളിലെ NSS യൂണിറ്റ് അംഗങ്ങളും ചേർന്നാണ് ഈ കുളങ്ങൾ നിർമ്മിച്ചത്. വനത്തിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്നത് നിയന്ത്രിക്കാനും മനുഷ്യ വന്യജീവി സംഘർഷത്തിനുള്ള സാധ്യതകൾ ലഘൂകരിക്കുവാനുമുള്ള വനംവകുപ്പിന്റെ പ്രധാന പദ്ധതികളിലൊന്നാണ് വനത്തിനുള്ളിലെ കുളങ്ങളുടെ നിർമ്മാണം. ഇടുക്കി, മാങ്കുളം വനമേഖലകളിൽ ഇത്തരത്തിൽ കുളങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം വിവിധ വിദ്യാലയങ്ങളിലെ NSS യൂണിറ്റുകളും കോളേജ് വിദ്യാർത്ഥികളും നിർമ്മാണ പ്രവർത്തികളിൽ പങ്കാളികളായി. മാങ്കുളം ഡിവിഷനിലെ ആനക്കുളം, മാങ്കുളം റേഞ്ചുകളിലാണ് കുളങ്ങൾ നിർമ്മിച്ചത്. അപ്പോൾ ഈ മിഷന്റെ ഭാഗമായിട്ട് മാങ്കുളം വന ഡിവിഷന്റെ കീഴിൽ 7ഓളം സ്ഥലങ്ങളിൽ നമുക്ക് ജലലഭ്യത ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 2 പഴയ കുളങ്ങൾ നമുക്ക് ഡീസിൽറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് 4ഓളം ചെക്ക് ഡാമുകൾ പണിത്, നമുക്ക് പുതിയതായി ചെക്ക് ഡാമുകൾ പണിത് 4 ജലസ്രോതസ് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പുതിയതായി 4 കുളങ്ങൾ നിർമ്മിച്ചതിനൊപ്പം നിലവിലുണ്ടായിരുന്ന 3 കുളങ്ങളിലെ മണ്ണും ചെളിയും നീക്കി ജലലഭ്യത ഉറപ്പാക്കുകയും ചെയ്തു. വനം വകുപ്പ് ജീവനക്കാർ പാലാ സെന്റ് തോമസ് കോളേജ്, മൂന്നാർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് എന്നിവിടങ്ങളിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികളും പദ്ധതിയിൽ പങ്കാളികളായി. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട്, വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് താമരശ്ശേരി ചുരത്തിൽ റോപ്പ് വേ വരുന്നു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പാക്കാൻ KSIDCക്ക് സർക്കാർ അനുമതി നൽകി. 100 കോടി രൂപ ചെലവിലാണ് അടിവാരം മുതൽ ലക്കിടി വരെ റോപ്പ് വേ പദ്ധതി നടപ്പാക്കുക. അടിവാരം മുതൽ ലക്കിടി വരെ 3.67 കിലോമീറ്റർ ദൂരത്തിലാണ് റോപ്പ് വേ പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ ട്രാഫിക് ബ്ലോക്ക് ഭയക്കാതെ താമരശ്ശേരി ചുരത്തിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയും. വെസ്റ്റേൺ ഗാർഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി 2023 റോപ്പ് വേ പദ്ധതി നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. 2024 ജൂണിൽ ചീഫ് സെക്രട്ടറി തലത്തിൽ നടന്ന ചർച്ചയിൽ പദ്ധതിയുടെ ലോവർ ടെർമിനലിന് ആവശ്യമായ 1 ഏക്കർ ഭൂമി കൈമാറാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് PPP മാതൃകയിൽ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ KSIDCക്ക് അനുമതി നൽകിയത്. നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ സാങ്കേതിക അനുമതി പദ്ധതിക്ക് ലഭിച്ചിട്ടുണ്ട്. അടിവാരത്തിനും ലക്കിടിക്കുമിടയിൽ ചുരത്തിൽ ഏകദേശം 40 ടവറുകളിലായി 2 ഹെക്ടർ വനഭൂമിക്ക് മുകളിലൂടെയാകും റോപ്പ് വേ കടന്നു പോവുക. നിലവിൽ ഇതുവഴിയുള്ള യാത്രയ്ക്ക് കുറഞ്ഞത് 40 മിനിറ്റ് വേണം. റോപ്പ് വേ യാഥാർത്ഥ്യമാകുന്നതോടെ ഒരു വശത്തേക്ക് കാഴ്ചകൾ കണ്ട് യാത്ര പൂർത്തിയാക്കാൻ 15 മിനിറ്റ് മതിയാകും. 6 പേർക്ക് യാത്ര ചെയ്യാനാകുന്ന AC കേബിൾ കാറുകളാണ് റോപ്പ് വേയിൽ ഉണ്ടാവുക. മണിക്കൂറിൽ 400 പേർക്ക് യാത്ര ചെയ്യാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. ബത്തേരിയിൽ നിന്ന് ലക്കിടി വരെയും
കോഴിക്കോട് നിന്ന് അടിവാരം വരെയും പ്രത്യേക ബസ് സർവീസുകളും ഏർപ്പെടുത്താനും അടിവാരം ലക്കിടി ടെർമിനലുകളോടനുബന്ധിച്ച് പാർക്ക്, സ്റ്റാർ ഹോട്ടൽ, കഫറ്റീരിയ, ആംഫി തിയേറ്റർ തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കാൻ തീരുമാനമായിട്ടുണ്ട്. അടിവാരം നൂറാന്തോട് താളിപ്പുഴ റോഡ് കൂടി യാഥാർത്ഥ്യമായാൽ ചുരത്തിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകും. സാരംഗ് സുധാകരൻ, ന്യൂസ് 18, വയനാട്. അപകട മേഖലയായ കൊപ്പം വളാഞ്ചേരി പാതയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നു. കഴിഞ്ഞ ദിവസം അപകടത്തിൽ യുവാവ് മരിച്ച കൊപ്പം ഒന്നാന്തിപ്പടിയിൽ പാടത്തോട് ചേർന്നുള്ള പാർശ്വഭിത്തികളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇവിടെ ഇപ്പോൾ പ്രവൃത്തികൾ നടക്കുന്നത്. കൊപ്പം വളാഞ്ചേരി പാതയിൽ വിവിധയിടങ്ങളിൽ നിരവധി അപകടങ്ങളും ജീവഹാനികളുമാണ് സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒന്നാന്തിപ്പടിക്ക് സമീപം വാഹനാപകടത്തിൽ യുവാവിന് ജീവൻ നഷ്ടമായിരുന്നു. റോഡിന്റെ വീതി കുറവാണ് അപകടങ്ങൾക്കിടവരുത്തുന്നത്. പലയിടങ്ങളിലും 2 വലിയ വാഹനങ്ങൾക്ക് വശം കൊടുക്കാനുള്ള സൗകര്യമില്ല. ഒന്നാന്തിപ്പടിയിൽ അല്പമൊന്ന് മാറിയാൽ വാഹനങ്ങൾ പാടത്തേക്ക് മറയുന്ന അവസ്ഥയാണ്. നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിരന്തര ആവശ്യത്തെ തുടർന്ന് ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മുഹസിൻ MLA നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് പാർശ്വഭിത്തി നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടപ്പാക്കാൻ ഫണ്ട് ലഭ്യമായതോടെയാണ് പ്രവൃത്തികൾ ആരംഭിച്ചത്. 1 മാസത്തിനകം തന്നെ ഇവിടുത്തെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് തീരുമാനം. ഈ റോഡ് നമുക്കറിയാം, നേരത്തെ ഇതിന്റെ സർഫസ് ചെയ്യുന്ന പ്രവർത്തനം നടത്തി 2 സൈഡിലും അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളിലൊക്കെ ഡ്രെയിനേജ്, അതോടൊപ്പം തന്നെ മറ്റു ഐറിഷ് ഡ്രെയിൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇനി സൈഡ് പ്രൊട്ടക്ഷൻ ചെയ്യാത്ത ചില ഭാഗങ്ങൾ, അപകടങ്ങളുണ്ട്. അത് ഓരോന്നോരോന്ന് പടിപടിയായിട്ട് ചെയ്യുകയാണ്. ഇതോടൊപ്പം പാതയിൽ അപകടം പതിവായ പ്രദേശമാണ് പുലാശ്ശേരി വളവ്. നിരവധി അപകടങ്ങളിൽ നിരവധി ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത്. ഇവിടെയും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ന്യൂസ് 18, പാലക്കാട്. അപകടങ്ങൾ പതിവായ പട്ടാമ്പി പുലാമന്തോൾ പാതയിലും സുരക്ഷാ നടപടി തുടങ്ങി. പാതയുടെ ഇരുവശങ്ങളും കോൺക്രീറ്റ് ചെയ്ത് റോഡ് സുരക്ഷിതമാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പട്ടാമ്പി പുലാമന്തോൾ പാത നവീകരിച്ച ശേഷം വാഹനാപകടം പതിവായിരുന്നു. അമിത വേഗതയിൽ വാഹനം എത്തുന്നതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമായത്. നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സുരക്ഷ കൂട്ടാൻ നടപടിയായത്. പ്രവൃത്തിയുടെ ഭാഗമായി റോഡരിക് കോൺക്രീറ്റ് ചെയ്ത് വീതി കൂട്ടും. 3 കോടിയോളം രൂപ ചിലവഴിച്ചാണ് പ്രവർത്തികൾ. വിവിധയിടങ്ങളിൽ ഡ്രെയിനേജും നിർമ്മിക്കും. വീട് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് 2 സൈഡിലും കോൺക്രീറ്റ് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കോൺക്രീറ്റ് ചെയ്യുകയും ഡ്രെയിനേജും അടക്കമുള്ള സൗകര്യങ്ങൾ അത് ഏറെ പ്രയോജനം ചെയ്യുമെന്നതിൽ സംശയമില്ല. അപ്പോൾ ഈ റോഡ് കൂടുതൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതിന് ഏതാണ്ട് 2.5 കോടി 3 കോടിയുടെ അടുത്ത് ഫണ്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ അതിനുവേണ്ടി ചെറിയൊരു തുക വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുന്നത്. നിലവിൽ പാലത്തിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നത് പരിഹരിക്കപ്പെട്ടു. ഈ റോഡിന് അത്യാവശ്യം വേണ്ട ഡ്രെയിനേജും ഇനി ഈ വേണ്ട കാര്യങ്ങളുമാണ് വേണ്ടത് എന്നുള്ളത് അതും കൂടെ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏറ്റവും നന്നായി ഒരു പാതയായിട്ട് ഇത് മാറും. ഇതേ പാതയിൽ നിരന്തരം അപകടങ്ങൾ സംഭവിച്ചിരുന്ന തെക്കുമുറി ശങ്കരമംഗലം വളവുകളിൽ കോൺക്രീറ്റ് ചെയ്ത് വീതി കൂട്ടിയിരുന്നു. ഇതോടെ വാഹനാപകടങ്ങൾ ഒരു പരിധിവരെ കുറയുകയും ചെയ്തു. ന്യൂസ് 18, പട്ടാമ്പി. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മെല്ലെപ്പോക്ക് ദുരിതം സൃഷ്ടിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. കട്ടപ്പന കാഞ്ചിയാർ പള്ളിക്കവലയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ കോൺക്രീറ്റ് പണികൾക്ക് വേണ്ടി റോഡിന്റെ വശങ്ങൾ കുഴിച്ചിട്ടിട്ട് കാലം കുറയായെങ്കിലും സമയബന്ധിതമായി പണികൾ പൂർത്തിയാക്കാത്തത് പ്രദേശവാസികൾക്ക് ഇപ്പോൾ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. മലയോര ഹൈവേയുടെ ഭാഗമായ കട്ടപ്പന കാഞ്ചിയാർ മേഖലയിൽ റോഡിന്റെ വശങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത ടാറിങ്ങുമായി യോജിപ്പിക്കുന്നതിനു വേണ്ടിയാണ് മണ്ണ് മാറ്റിയത്. എന്നാൽ കുഴിയെടുത്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഭാഗത്തെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കരാറുകാർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് കാരണമായി. ഇന്നലെ വരെ അവിടെ പാലമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവർ കണക്കാതെ തന്നെ ഒരു പാലം ഇട്ടാണ് ഇപ്പോൾ കളക്കുന്നത്. ഇനി എന്ന് തീരും? എത്രയായിട്ട് താഴ്ച ഉണ്ടെന്നറിയാം. ഇവിടുന്ന് മനുഷ്യർ ചാടാനും പറ്റില്ല, കയറാനും പറ്റില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. മഴ പെയ്യുമ്പോൾ വെള്ളം ഒന്ന് നിറഞ്ഞു കെട്ടി കിടക്കുക. ഏത് സമയത്ത് ഇത് അപകടമാണ്. നമ്മുടെ കച്ചവടം 2 ആഴ്ചയായിട്ട് പോയി, ഒന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന കെട്ടിടത്തിലേക്ക് മുഴുവൻ പേരും. കാഞ്ചിയാർ പള്ളിക്കവലയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലാണ് കോൺക്രീറ്റ് ചെയ്യുന്നതിനായി മണ്ണ് നീക്കം ചെയ്തത്. ഇപ്പോൾ കടകളിലേക്ക് ആളുകൾക്ക് കയറാൻ കഴിയാത്ത സ്ഥിതിയാണ്. മഴ പെയ്തു തുടങ്ങിയതോടെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുവാനുള്ള സാധ്യതയും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കരാറുകാരുടെ അനാസ്ഥയാണ് ദുരിതത്തിന് കാരണമെന്നും അടിയന്തരമായി റോഡിന്റെ കോൺക്രീറ്റ് ജോലികൾ പൂർത്തിയാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18, ഇടുക്കി. ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് കായംകുളത്ത് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും നടന്നു. BRC ജില്ലാ നിയമസേവന അതോറിറ്റി, കാർത്തികപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി, ലാബ് ആൻഡ് സ്കാനിംഗ് സെന്റർ എന്നിവയുടെ
സംയുക്ത ആഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്ട്രീം 3ാം ഘട്ട പ്രോജക്ടിന്റെ ഭാഗമായി അനാരോഗ്യകരമായ ഭക്ഷണശീലം കുട്ടികളിൽ എന്നതിന്റെ ഇംപാക്ട് സ്റ്റഡിയുടെ ഭാഗമായാണ് പരിപാടി നടന്നത്. പട്ടാമ്പിയിൽ ഏറെ കാലമായുള്ള ഒരു ആവശ്യമാണ് ഒരു പൊതു ശ്മശാനം എന്നത്. അത് യാഥാർത്ഥ്യമാവുന്നു. ഏറെ നാളത്തെ നിയമവ്യവഹാരങ്ങൾക്കൊക്കെ ശേഷമാണ് ശ്മശാനം സജ്ജമാവുന്നത്. ഇതോടെ പട്ടാമ്പിക്കാരുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് നടപ്പാവുന്നത്. പൊതുശ്മശാനം വേണമെന്നത് പട്ടാമ്പിക്കാരുടെ ദീർഘനാളായുള്ള ആവശ്യമായിരുന്നു. ഭരണാനുമതി ലഭ്യമായതോടെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി. മുഹമ്മദ് മുഹസിൻ MLA 55 ലക്ഷം രൂപയും VK ശ്രീകണ്ഠൻ MP 50 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. നഗരസഭ ഒരു തീരുമാനം, ഇപ്പൊ ഗ്യാസാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏതായാലും തുടങ്ങുകയാണ്. അപ്പൊ അത് ഇലക്ട്രിക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിൽ തീരുമാനം എടുത്ത് കളക്ടറേറ്റിൽ കൊടുത്താൽ അതിനുള്ള സൗകര്യം കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുള്ളൊരു ശ്രമം കൂടി നടത്താം എന്നുള്ള കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത്. ബഹുമാനപ്പെട്ട MP-യുടെ ഫണ്ടാണ് മിഷണറിക്ക് വരുന്നത്. അപ്പൊ അത് സ്വാമിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ പ്രയോജനം ചെയ്യും എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ശ്മശാനത്തിനായി വർഷങ്ങൾക്ക് മുൻപ് കെട്ടിടം നിർമ്മിച്ചിരുന്നു. എന്നാൽ പദ്ധതി നാട്ടുകാർ എതിർത്തു. ഇതോടെ ശ്മശാന നിർമ്മാണം കോടതി കയറി. അന്ന് നിർമ്മിച്ച കെട്ടിടം ഉപയോഗശൂന്യമായി. ഏറെ നാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ ശ്മശാന നിർമ്മാണം തുടങ്ങാൻ തീരുമാനമായത്. പുതിയ യന്ത്രങ്ങളടക്കം സ്ഥാപിക്കണം. News 18 പട്ടാമ്പി.